Audio Jungle. Audio Jungle. ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി ടീ ടൈം സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മുടെ മംഗലാപുരത്തൊക്കെ ഫേമസ് ആയിട്ടുള്ള ഗോളി ബജയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അടിപൊളി പലഹാരമാണ്, നമുക്ക് വൈകുന്നേരമൊക്കെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പലഹാരമാണ് ഇത്. നമ്മുടെ കാസർഗോഡും മംഗലാപുരത്തൊക്കെ ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ ഞാനൊക്കെ നാട്ടിൽ പോലെ ഇത് എന്തായാലും പോയി കഴിക്കാറുണ്ട്. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടി ഞാനിവിടെ കുറച്ച് സാധനങ്ങൾ എടുത്തു വച്ചിട്ടുണ്ട്. ഒരു 2 കപ്പ് മൈദ എടുത്തു വച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് അധികം പുളിയില്ലാത്ത തൈരാണ്. 1 കപ്പ് തൈര് എടുത്തു വച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങാക്കൊത്ത്, ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് ഉഴുന്ന് കുതിർത്ത് അരച്ച് വെച്ചിട്ടുണ്ട് അത്. പിന്നെ ഒരു 3-4 പച്ചമുളക് അരിഞ്ഞു വെച്ചത്, ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞു വെച്ചത്, കറിവേപ്പില, ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ കടലമാവ് എന്നിവ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഗോളി ബജി ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടത്. തൈര് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അധികം പുളിയില്ലാത്ത തൈരാണ് എടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ട് എല്ലാ സാധനങ്ങളും ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഗ്രീൻ ചില്ലി, ഇഞ്ചി ചതച്ചത്, കറിവേപ്പില, തേങ്ങാക്കൊത്ത്, തൈര്, ഉഴുന്ന്, അരച്ച് വെച്ച ഉഴുന്ന്, പിന്നെ പഞ്ചസാര, കടലമാവ്. അവസാനം നമുക്ക് അതിലേക്ക് 2 കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ മാവ് ഒരുപാട് ലൂസായിട്ട് കുഴച്ചെടുക്കാൻ പാടില്ല. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. നമുക്ക് കൈകൊണ്ട് കോരിയൊഴിക്കാൻ പാകത്തിൽ ആ ഒരു രീതിയിലാണ് നമുക്കിത് കുഴച്ചെടുക്കേണ്ടത്. നമുക്ക് പഞ്ചസാരയൊക്കെ കുറച്ചിടുന്നത് കൊണ്ട് നല്ലപോലെ മെൽട്ടാകുന്നത് വരെ അതൊന്ന് കുഴച്ചെടുക്കണം. എല്ലാം നല്ലപോലെ മിക്സ് ആകണം. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു പാകത്തിലാണ് നമുക്ക് നമ്മുടെ മാവ് ഇരിക്കേണ്ടത്. നമ്മുടെ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു 1-2 മണിക്കൂറേക്ക് മാറ്റി വയ്ക്കാം. കുറച്ചൊരു ഫെർമെൻ്റ് ആകുന്നവരെ മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നല്ലപോലെ 1 സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഞാനൊരു 1/4 ടീസ്പൂൺ അധിക സോഡ, നമ്മുടെ കുക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നേരത്തെ ഞാനൊരു കാര്യം മറന്നുപോയി, ജീരകം ഇട്ട് കൊടുക്കാൻ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഓരോന്നായി ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. എണ്ണ മെല്ലെ ചൂടായി വരുമ്പോൾ, നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതൊന്ന് കോരി ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ സ്പൂണിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കയ്യിലും ഒഴിച്ച് കൊടുക്കാം. എണ്ണ നല്ലപോലെ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്ക് ഗോളി ബജി ഉണ്ടാക്കിയെടുക്കാൻ. നമ്മൾ ഫുൾ ഫ്ലെയിമിലിട്ട് വെച്ചാൽ അതിൻ്റെ പുറം ഭാഗം പെട്ടെന്ന് ക്രിസ്പി ആവുകയും ചെയ്യും, ഉള്ളിൽ വേവത്തുമില്ല. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാൻ. നമ്മുടെ ഗോളി ബജി നല്ലൊരു ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ കുറേശ്ശെ ബ്രൗൺ നിറമായി വരുന്നുണ്ട്. ചിലയിടങ്ങളിൽ നമ്മുടെ മാവ് ഇങ്ങനെ 2-3 മണിക്കൂർ നേരത്തെ കുഴച്ച് വെക്കാതെ അപ്പോൾ തന്നെ കുക്കിംഗ് സോഡ ഇടുന്നതുകൊണ്ട് ഒരു 5 മിനിറ്റ് വെച്ചിട്ട് അപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അതും അങ്ങനെയും ചെയ്യാം. പക്ഷേ ഇതുപോലെ ഈ ഉഴുന്നൊക്കെ ചേർക്കുന്നതുകൊണ്ട് 2-3 മണിക്കൂർ വെച്ചിട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല നമുക്ക് ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റാണ്. ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പലഹാരമാണ് ഗോളി ബജി. അപ്പോൾ നിങ്ങൾ ഫെർമെൻ്റ് ആകാൻ വച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ഒരു 5 മിനിറ്റ് മുൻപേ കുഴച്ച് വെച്ചാൽ മതി. കുക്കിംഗ് സോഡയൊക്കെ ഇടുന്നത് കൊണ്ട് അങ്ങനെ ചെയ്താലും മതി. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഗോളി ബജിയൊക്കെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ല, ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്.
അപ്പോൾ നമ്മുടെ കോളിവജയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. ടേസ്റ്റും അതുപോലെ തന്നെയാണ് കേട്ടോ. ഉള്ളിൽ നല്ല സ്പോഞ്ചിയായി നല്ല ഫ്ലഫി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ നമുക്കിത് ചട്നിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. പക്ഷേ അങ്ങനെ തന്നെ കഴിക്കാനാണ് എനിക്കിഷ്ടം. നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഹോട്ടലിൽ പോവുകയാണെങ്കിൽ ചട്നിയുടെ കൂടെയാണ് സെർവ് ചെയ്യാറ്. പക്ഷേ എനിക്കിഷ്ടം ഇങ്ങനെ പ്ലെയിൻ കഴിക്കാനാണ്. നല്ലൊരു ടേസ്റ്റാണ്. ഉള്ളിലൊക്കെ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള നല്ലൊരു പലഹാരമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പലഹാരമാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റായും കഴിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ. താങ്ക് യു.